മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേക വർഷങ്ങൾ വിയറ്റ്നാം തടവറയിൽ കഴിഞ്ഞിരുന്ന ആർച്ച് ബിഷപ്പ് വാൻ തുവാൻ പറയുന്നു, രാത്രി 9:30 വിളക്കണച്ച ശേഷം കുനിഞ്ഞിരുന്ന് വിശുദ്ധ കുർബാനയർപ്പിച്ച് ദിവ്യകാരുണ്യം മറ്റ് സഹതടവുകാർക്ക് നൽകിയിരുന്നു. വാഴ്ത്തപ്പെട്ട ഒരു കൊച്ചു തിരുവോസ്തി ഞങ്ങൾ സദാ സൂക്ഷിക്കുകയും രാത്രിയിൽ ഊഴമനുസരിച്ച് മാറി മാറി ആരാധിക്കുകയും ചെയ്തിരുന്നു. ദിവ്യകാരുണ്യ ഈശോയോടുള്ള വിശുദ്ധാത്മാക്കൾക്കുണ്ടായിരുന്ന ആ വലിയ സ്നേഹം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തടവറയിലും ഈശോയോടുള്ള സ്നേഹം കരുത്തായി മാറി ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിച്ച തടവുകാരെക്കുറിച്ചല്ലേ തുടക്കത്തിൽ നാം കേട്ടത്. നമുക്കും നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം. ചുറ്റുപാടുകൾ നമുക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എങ്കിലും ആത്മീയ ജീവിതത്തിൽ നാം പലപ്പോഴും നാം തന്നെ തീർക്കുന്ന തടവറയ്ക്കുള്ളിലല്ലേ? ലോകസുഖങ്ങളും മാധ്യമങ്ങളും നമ്മെ കൂടുതലായി ആകർഷിച്ച് നാം ഈശോയ്ക്ക് കൊടുക്കുന്ന സമയം കുറഞ്ഞു പോകുന്നില്ലേ? ഇപ്പോൾ നമുക്ക് കുവൈറ്റിലെ സ്നേഹബഹുമാനപ്പെട്ട പ്രകാശച്ചനും അവിടുത്തെ നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളും ചേർന്ന് നയിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് ഈ നോമ്പുകാലം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലപ്രദമായി തീരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് അരുളി ചെയ്തുകൊണ്ട് ജീവൻ തുടിക്കുന്ന സാന്നിധ്യമായി സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഇതാ അങ്ങയുടെ തിരുമുമ്പിൽ വിശ്വാസപൂർവം ഞങ്ങളുടെ ഹൃദയങ്ങളെ അടിയറ വെച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാന്നിധ്യം അനുഭവിക്കുവാനായി ഞങ്ങളിതാ അണഞ്ഞിരിക്കുന്നു. ഈശോയെ, വചനം ഇപ്രകാരം പറയുന്നുണ്ട്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചല സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല എന്ന്. കാരുണ്യവാനായ ഈശോയെ, ഒരിക്കലും പിരിയാത്ത സ്നേഹത്തോടെ ഞങ്ങളെ മാറോട് ചേർക്കുന്ന നിന്റെ സ്നേഹത്തെയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നാഥ.
സങ്കീർത്തകന്റെ പുസ്തകം 84 അധ്യായത്തിന്റെ 10 തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാള് കർത്താവിന്റെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുക എത്രയോ അഭികാമ്യമെന്ന്. അതേ പൊന്നതമ്പുരാനെ, നിന്റെ സന്നിധിയിലായിരിക്കുവാനായി നീ തന്ന കൃപയോത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു നാഥ. സങ്കീർത്തകനോടൊപ്പം ചേർന്നുകൊണ്ട് ഈശോയെ നിന്റെ സ്നേഹം അനുഭവിച്ച് ഈ വചനം ഏറ്റുപറയാൻ തക്കവിധം ഈശോയെ ദൈവാനുഗ്രഹത്തിലും ദൈവാനുഭവം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ഈശോയെ, ബാരൂക്ക് പ്രവാചകന്റെ ഹൃദയം നിറഞ്ഞ നിലവിളിയോട് ചേർത്തുകൊണ്ട് ഹൃദയത്തിൽ മുറിവേറ്റ അനേകം ആത്മാക്കളെ, അനേകം ദൈവമക്കളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു. ഓ എൻ്റെ പൊന്നുതമ്പുരാനെ, പ്രഭാഷകന്റെ പുസ്തകം പ്രകാരം പറയുന്നുണ്ടല്ലോ, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവർക്ക് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പോരുവെയിലിൽ തണലും ഇടരാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് എന്ന്. അതേ പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ കാലിടറുമ്പോഴേക്കും ഞങ്ങളെ കരങ്ങളിൽ താങ്ങുന്ന പൊന്നുതമ്പുരാനെ, അങ്ങയുടെ മുമ്പിലേക്ക് നീറുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, ഒരപ്പത്തോളം ചെറുതായിരുന്നു കൊണ്ട് അവിടുന്ന് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും നോക്കി അവിടുന്ന് ഇപ്രകാരം പറയുകയാ: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അതേ പൊന്നുതമ്പുരാനെ, ആശ്വാസത്തിന്റെ ഉറവിടവനായവനെ, നിന്റെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തില് ഉരുവായ നിമിഷം മുതൽ ഈശോയെ, എൻ്റെ ശൈശവത്തില്, എൻ്റെ ബാല്യത്തില്, എൻ്റെ കൗമാരത്തിൽ, ഈശോയെ എൻ്റെ സകല ജീവിത മേഖലകളിലൂടെയും എൻ്റെ ഉള്ളിലേക്ക് ഈശോയെ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നു പോയ എല്ലാ തിരസ്കരണത്തിൻ്റെയും ആത്മനൊമ്പരങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മുറിപ്പെടുത്തലുകളുടെയും കൂടാതെ പൊരുത്തപ്പെടാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ വന്നുപോയ എല്ലാ മുറിവുകളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥ. ആ വേദനയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം നിനക്ക് സമർപ്പിക്കുന്ന കർത്താവേ. നീ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഓ എൻ്റെ ദൈവമേ, ഈ സന്നിധിയിലേക്ക് ലോകത്തിലെ 2 കോടി നേഴ്സുമാരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. ഈശോയെ, ഈ 2 കോടി നേഴ്സുമാരില് പ്രത്യേകമായിട്ട് ഈശോയെ ഈ നേഴ്സിംഗ് ശുശ്രൂഷയെ ഇഷ്ടമില്ലാതെ കടന്നു വന്നവരുണ്ട് പൊന്നു തമ്പുരാനെ. ഈശോയെ, നേഴ്സിംഗ് ശുശ്രൂഷയെ എൻ്റെ ഈശോയുടെ നിന്റെ ശുശ്രൂഷ കാണുവാൻ സാധിക്കാതെ വേദനിക്കുന്ന മുറിപ്പെടുത്തുന്ന ഓർമ്മകളും എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്ന നാഥ. ഈശോയെ, അവരുടെ നൊമ്പരങ്ങളിലേക്ക് വേദനകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവികാണനാഥന ഈശോയെ, നിന്റെ അത്യുന്നത ശക്തി ഈ നിമിഷം ഈ സകല മേഖലകളിലേക്കും ഓരോ നേഴ്സുമാരിലേക്കും നീ ഒഴുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കരുണ പ്രവഹിക്കുന്ന സമയമാണ് ഈശോയെ ഈ ആരാധന എന്ന് ഞങ്ങൾ അറിയുന്ന നാഥ. ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങൾ ഓരോരുത്തരോട് ഇപ്രകാരം മന്ത്രിക്കുന്നുണ്ടല്ലോ: നിന്റെ വേദനകളും നിന്റെ ഇന്നലകളും എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നീ എനിക്ക് തരിക, ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. ഞാൻ നിന്റെ പാപങ്ങളും എല്ലാം ഏറ്റെടുക്കുന്ന കർത്താവാണ്. അങ്ങ് പറയുന്നുണ്ടല്ലോ, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാള് അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന്. ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ പാപികളും ബലഹീനരും മുറിപ്പെടുത്തുന്ന ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ആയിരിക്കും കർത്താവേ. നീ ഇടപെടണമേ എൻ്റെ നാഥ. അങ്ങനെ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്ന്. ഓ എൻ്റെ ദൈവമായ ഈശോയെ, എന്നെ വിലപ്പെട്ടവനായി കാണുന്നത് അങ്ങ് മാത്രമാ. എന്നെ ബഹുമാന്യനായി കരുതുന്നത് അങ്ങ് മാത്രമാ. എൻ്റെ നാഥ, അങ്ങ് മാത്രമാണ് ഞങ്ങൾ അമൂല്യനായി കരുതുന്നത്. ആ അങ്ങേ ഞങ്ങളിതാ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. ഈശോയെ, പാടി പാടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ സ്വർഗത്തിൽ നിന്ന് അത്യുന്നത ശക്തി ഒഴുക്കണമേ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സകല മാലാഖമാരോടും സകല വിശുദ്ധരോടും സകല സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്നുകൊണ്ട് ഇതാ ഞങ്ങളും പാടി പ്രാർത്ഥിക്കുന്നു. ആയിരുന്നവനും
ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. 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 യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. മഹത്വം, മഹത്വം. യേശുവേ, മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം. കർത്താവേ, അങ്ങനെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഞങ്ങളുടെ സ്നേഹം മാത്രമായ ഞങ്ങളുടെ പൊന്നീശോയെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈശോയെ നീറുന്ന വേദനയോടെ ആയിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കുറ്റബോധത്താല്, നിരാശയാല്, അപകർഷതാബോധത്താല്, ഭ്രൂണഹത്യ ചെയ്തത് മൂലമുള്ള കുറ്റബോധത്താൽ നീറിപ്പുകയുന്നവര്, ഈശോയെ നിരാശയിൽപ്പെട്ടുകൊണ്ട് ആത്മഹത്യാ പ്രവണതയിലായിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്ന നാഥ, ഈശോയെ അവരുടെ എല്ലാ മുറിവുകളിലേക്കും നീ കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളിതാ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്നു. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. നല്ല ഈശോയെ, മാതാപിതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി യാതൊരു താല്പര്യവുമില്ലാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്ന ഓരോ നഴ്സുമാരെയും ഇതാ സമർപ്പിക്കുന്നു. അബോധ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന വിഷമങ്ങളും അടിച്ചമർത്തപ്പെട്ട പ്രയാസങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് എല്ലാ നഴ്സുമാരെയും അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ, ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. സ്നേഹം തന്നെയായ ദിവികാരണ ഈശോയെ, ഒത്തിരിയേറെ ആഗ്രഹത്തോടെയും വളരെ സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ നഴ്സിംഗ് ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് സഹപ്രവർത്തകരിൽ നിന്നും രോഗികളിൽ നിന്നും മേലധികാരിൽ നിന്നുണ്ടായ എല്ലാ തിക്ത അനുഭവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഇതുമൂലം ഞങ്ങൾ നഴ്സിംഗ് പ്രൊഫഷനെ തന്നെ വ്യർത്ഥ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥ, ഈ മേഖലയിൽ വേദനിക്കുന്ന എല്ലാ നഴ്സുമാരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ
അവരെ കഴുകി അവർ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവോട് നിറച്ച് അവരെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർന്ന് ജോലി ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ. ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. എൻ്റെ പൊന്നീശോയെ, അങ്ങ് ഞങ്ങൾക്ക് തുണയായി നൽകിയ ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹവും പരിഗണനയും ആഗ്രഹിച്ച ഒരുപാട് സന്ദർഭങ്ങളിൽ അത് ലഭിക്കാതിരുന്ന അവസരങ്ങളും അതുമൂലം മാനസികമായും ശാരീരികവുമായി തളർന്നുപോയ എല്ലാ നിമിഷങ്ങളെയും ഇതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ആ വേദനകളിലേക്കും കുറവുകളിലേക്കും അങ്ങയുടെ തിരരക്തം ഒഴുക്കണമേ. എൻ്റെ ഈശോയെ, പരസ്പരം കുറവുകൾ സഹിച്ച് ജീവിതം നയിക്കുവാൻ എല്ലാ നഴ്സുമാരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക സൗഖ്യമേകാൻ നീ വരേണമേ. ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. സങ്കീർത്തനം 52:17 വചനം ഇപ്രകാരം പറയുന്നു: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അതേ പൊന്നുതമ്പുരാനെ, നീറുന്ന വേദനകളുടെയും നൊമ്പരങ്ങളുടെയും എല്ലാമായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുക. കനുവാന ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ പല വേദനകൾ, പല നൊമ്പരങ്ങൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തതാണ്, പങ്കുവെക്കാൻ പറ്റാത്ത മേഖലകളുണ്ട് കർത്താവേ. അതെല്ലാം ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറവായി നീ കടന്നു വരണമേ. എൻ്റെ നാഥ, ഞങ്ങളുടെ നടപ്പും കിടപ്പും എല്ലാം അറിയുന്ന പുണ്യതമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്നവനെ, ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് നിൻ്റെ കരുണയുടെ സ്പർശം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന് കാൽവരിയിൽ രക്തം ചിന്തിയത് ഞങ്ങളെ വീണ്ടെടുക്കുവാനായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, അങ്ങ് ചിന്തിയ ഓരോ തിരുരക്തത്തുള്ളികളും ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ അറിയുന്നു നാഥ. ഈശോയെ, നിങ്ങളുടെ തിരുരക്തത്താൽ, ഈശോ ഞങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ പുണ്യതമ്പുരാനെ, ഈശോയെ, പിലാത്തോസിൻ്റെ ഭവനത്തിൽ അങ്ങയുടെ ശരീരത്തിലേറ്റ ഓരോ അടിപ്പിണരുകളും കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിന്റെ ശരീരത്തിലേറ്റ എണ്ണമില്ലാത്ത അടിപ്പാണലുകളുടെ യോഗ്യതയാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്നേഹം തന്നെയായ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ തിരുവലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും യോഗ്യതയാൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുവലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്താൽ അങ്ങേ കുത്തി മുറിവേൽപ്പിച്ചവനെ പോലും സുഖപ്പെടുത്തിയ കർത്താവേ, ഈ നിമിഷം നിന്റെ തിരുരക്തം ഒഴുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളംകാലം വരെ കഴുകണമേ. ഈശോയെ, ഞങ്ങളുടെ ആന്തരിക മുറിവുകളെല്ലാം നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സർവസ്വമായ ഈശോയെ, ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചവനെ, നിന്റെ ഓരോ രക്തത്തുള്ളികളാൽ ഞങ്ങളെ നീ വീണ്ടെടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓ എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ നിറച്ചുകൊണ്ട്, അങ്ങയുടെ തിരുരക്തത്താൽ കഴുകിക്കൊണ്ട് ഞങ്ങളിലുള്ള എല്ലാ അന്ധകാര ശക്തികളും നീങ്ങിപ്പോകട്ടെ കർത്താവേ. ഞങ്ങളിലുള്ള മനസ്സിൻ്റെ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, കുറ്റബോധത്തിൻ്റെ നീറുന്ന വേദനകളെല്ലാം ഈ നിമിഷം നിന്റെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ തിരുരക്തം ഒഴുകണമേ. ഈശോയെ യാണിക്കോടുന്ന കരങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഞങ്ങളെ കഴുകണമേ. ഈശോയെ എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, ഞങ്ങളെ നീ ഒരുക്കണമേ. ഈശോയെ ഞങ്ങൾ നിർമ്മലരാകട്ടെ കർത്താവേ, സ്നേഹിക്കുവാനുള്ളവരായി മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, കർത്താവേ. യേശുവേ നന്ദി. ആന്തരിക
സൗഖ്യമേകാൻ നീ വരേണമേ. ദാവീദിൻ സുതനേ, എന്നിൽ കനിവു തോന്നണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമായി മാറ്റുന്നതിനുള്ള ശക്തിയും കൃപയും നമുക്ക് നൽകിയ നല്ല തമ്പുരാന് നന്ദി പറയാം. ഇനിയുള്ള നമ്മുടെ ജീവിതം ഈശോയോട് ചേർന്ന് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായി പരിശ്രമിക്കുകയും മറ്റുള്ളവരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലെ നേഴ്സസ് ടൈമിലൂടെ പിറുപിറുപ്പോ പരാതിയോ കൂടാതെ നമ്മുടെ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് നാം പരിശ്രമിക്കുകയായിരുന്നുവല്ലോ. നമ്മുടെ ആ ശ്രമങ്ങൾ പലപ്പോഴും വിജയങ്ങളും പരാജയങ്ങളും കണ്ടിട്ടുണ്ടാകാം. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ആ ശ്രമം തുടരാം. ഈ ആഴ്ച പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായി നമുക്ക് മാറ്റിവെക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഓരോ നിമിഷവും ഈശോയോട് ചേർന്ന് ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കായി നാം യാചിച്ചതുപോലെ സകല ജനപദങ്ങളും ഈശോയോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ക്രൂശിലെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.
കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകുവാൻ നേഴ്സസ് മിനിസ്ട്രി നിങ്ങളെ ക്ഷണിക്കുന്നു.